പണിയെടുക്കുന്നവരാണ് സാമൂഹ്യ മാറ്റത്തിന്റെ ചാലകശക്തിയെന്ന ലെനിന്റെ വാക്കുകൾ അന്വർത്ഥമാക്കുന്നതായിരുന്നു 1974 നടന്ന ഐതിഹാസികമായ ഇന്ത്യൻ റെയിൽവേ സമരം. 17 ലക്ഷത്തിൽ പരം തൊഴിലാളികൾ അണിചേർന്ന ലോകചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തൊഴിലാളി മുന്നേറ്റം രാജ്യത്ത് തുടർചലനങ്ങൾ സൃഷ്ടിച്ചതിൽ അത്ഭുതപ്പെടാനില്ല. സമരത്തിനോട് സ്വീകരിച്ച അടിച്ചമർത്തൽ നയം ഏകാധിപത്യത്തിലേക്ക് വഴുതിക്കൊണ്ടിരുന്ന ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ തനിനിറം പുറത്തു കൊണ്ടുവരികയും ഒടുവിലത് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ കലാശിക്കുകയും ചെയ്തു. സർക്കാരിന്റെ എല്ലാ മർദ്ദനമുറകളെയും നേരിട്ടുകൊണ്ട് 20 ദിവസം നീണ്ടുനിന്ന സമരമാകട്ടെ രാജ്യത്തെ ജനങ്ങൾക്ക് ചെറുത്തുനിൽപ്പിനുള്ള പ്രചോദനവുമായി. ഇത്രയേറെ തൊഴിലാളികളുടെ ഐക്യപ്പെടലിനും പോരാട്ടത്തിനും കളമൊരുക്കിയ സാഹചര്യം എന്തായിരുന്നു? സ്വാതന്ത്ര്യത്തിന് ശേഷവും ബ്രിട്ടീഷ് കോളനി വാഴ്ചയുടെ അവശേഷിപ്പുകൾ നിലനിന്ന റെയിൽവേ തൊഴിലാളികളുടെ അവകാശങ്ങൾ നിർദ്ദയം അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരുന്നു. മറ്റു തൊഴിലാളികൾക്ക് അവകാശമായി കിട്ടിയ 8 മണിക്കൂർ ജോലി സമയം അവർക്ക് നിഷേധിക്കപ്പെട്ടു. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളുടെ വേതനം പോലും അവർക്ക് ലഭിച്ചില്ല. 3ാം ശമ്പള കമ്മീഷൻ റിപ്പോർട്ടിനായി കാത്തിരുന്നുവെങ്കിലും അത് നടപ്പാക്കിയപ്പോൾ പല ജീവനക്കാർക്കും ലഭിച്ചിരുന്ന ശമ്പളം പോലും കുറയുന്ന അവസ്ഥയുണ്ടായി. ജീവസന്ധാരണത്തിനാവശ്യമായ അവശ്യാധിഷ്ഠിത മിനിമം വേതനം എന്ന ഏറെക്കാലത്തെ മുറവിളി കേൾക്കാനും അധികാരികൾ കൂട്ടാക്കിയില്ല. മറുവശത്ത് തൊഴിലാളികളുടെ പ്രാതിനിധ്യം അവകാശപ്പെട്ട അംഗീകാരമുള്ള 2 ഫെഡറേഷനുകളും മാനേജ്മെന്റിനോട് സഹകരിച്ചുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്ക് നേരെ മുഖം തിരിക്കുന്ന സമീപനമാണ് കൈക്കൊണ്ടത്. ഈ സാഹചര്യത്തിൽ അംഗീകാരമില്ലാത്ത കാറ്റഗറി സംഘടനകളുടെ കൊടിക്കീഴിൽ പലവിധ സമരങ്ങൾ അരങ്ങേറി. ജോലി സമയം 10 മണിക്കൂറായി കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 1973 ലോക്കോ റണ്ണിംഗ് ജീവനക്കാർ നടത്തിയ സമരം ഈ കൂട്ടത്തിൽ പ്രധാനപ്പെട്ടതാണ്. അംഗീകൃത സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് സമരത്തെ പരാജയപ്പെടുത്താൻ അധികാരികൾ ശ്രമിച്ചുവെങ്കിലും തൊഴിലാളികളുടെ നിശ്ചയദാർഢ്യത്തിനു മുൻപിൽ അവർക്ക് കീഴടങ്ങേണ്ടി വന്നു. എല്ലാ വിഭാഗം തൊഴിലാളികളും സമരത്തിന് അകമഴിഞ്ഞ പിന്തുണയാണ് നൽകിയത്. 1973 ഓഗസ്റ്റ് 13 റെയിൽവേ മന്ത്രി ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷനുമായി ഉണ്ടാക്കിയ ധാരണ പാർലമെന്റിൽ അവതരിപ്പിക്കുകയും അങ്ങനെ സമരം വിജയകരമായി അവസാനിക്കുകയും ചെയ്തു. ഇത് റെയിൽവേ തൊഴിലാളികൾക്കിടയിലുണ്ടാക്കിയ ആവേശം ചെറുതല്ലായിരുന്നു. തൊഴിലാളികൾക്കിടയിലെ അമർഷവും രോഷവും അധികകാലം കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്ന് അംഗീകൃത സംഘടനാ നേതാക്കൾക്ക് പോലും ബോധ്യപ്പെട്ടു. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പിന്തുണയുണ്ടായിരുന്ന ഓൾ ഇന്ത്യ റെയിൽവേ മെൻസ് ഫെഡറേഷന്റെ പ്രവർത്തനങ്ങളിൽ അന്നത്തെ സോഷ്യലിസ്റ്റ് നേതാക്കൾ പലരും അതൃപ്തരായിരുന്നു. അവരുടെ കൂടി സമഫലമായാണ് 1973 ഒക്ടോബറിൽ ജോർജ് ഫെർണാണ്ടസ് AIRFന്റെ പ്രസിഡന്റായി എത്തുന്നത്. തുണിമിൽ തൊഴിലാളികളുടെ സമരം നയിച്ച പരിചയവുമായി എത്തിയ അദ്ദേഹം സംഘടനകൾക്കിടയിൽ ഐക്യവും സമരാവേശവും വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. 1974 ഫെബ്രുവരി 27 ന്യൂഡൽഹിയിൽ AIRF വിളിച്ചു ചേർത്ത തൊഴിലാളി കൺവെൻഷനിൽ വച്ചാണ് ഐതിഹാസികമായ സമരത്തിന് നേതൃത്വം നൽകിയ NCCRS രൂപീകൃതമായത്. കോൺഗ്രസ് നേതൃത്വം നൽകിയ NFIR ഒഴികെയുള്ള സംഘടനകൾ സമരത്തിൽ അണിചേർന്നു. ഫെബ്രുവരി 27 രൂപീകരിച്ച സമരസമിതി 13 അംഗങ്ങളാണ്. അതുപോലെ AREC, ALRS, പിന്നെ CITU, AITC, BMS തുടങ്ങിയിട്ടുള്ള ഫെഡറേഷനുകളുടെ അടക്കം ഉള്ള 13 അംഗങ്ങളാണ്. സ്വതന്ത്രയിലെ മസ്തൂർ യൂണിയൻ ഇതിന് നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. ശിവായമായിരുന്നു എനിക്ക് ജനറൽ സെക്രട്ടറി. EREന്റെ സോണൽ തലത്തിൽ ആയിരുന്നു അദ്ദേഹം. അതുപോലെ അന്നത്തെ ജനറൽ സെക്രട്ടറി പെരുതായക സ്വാമി, രാമദാസ് അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറിയാണ്. പിന്നെ പാലക്കാട് ഡിവിഷന്റെ ഈ NCCRSന്റെ ഡിവിഷണൽ ജോയിന്റ് കൺവീനർ മസ്തൂർ യൂണിയന്റെ P. രാവേന്ദ്രൻ, മസ്തൂർ യൂണിയന്റെ ഡിവിഷണൽ സെക്രട്ടറി ആയി. EREന്റെ DV. രാമദാസ് ജോയിന്റ് കൺവീനർ, 2 കൺവീനർമാരായിരുന്നു. ബാക്കി എല്ലാ സംഘടനകളും ഞങ്ങളൊക്കെ മെമ്പർമാരായിട്ടുള്ള. തുടക്കം മുതലേ സമരത്തെ തകർക്കാനുള്ള ഗൂഢപദ്ധതികളാണ് റെയിൽവേ ബോർഡും കേന്ദ്ര സർക്കാരും
സംയുക്തമായി ആസൂത്രണം ചെയ്തത്. PF ലോൺ ഉൾപ്പെടെ തൊഴിലാളികൾക്ക് കിട്ടാനുള്ള എല്ലാ സാമ്പത്തിക ആനുകൂല്യങ്ങളും സമരം ആരംഭിക്കും മുൻപേ തടഞ്ഞുവച്ചത് ഇതിന്റെ ഭാഗമായിരുന്നു. സമരപ്രഖ്യാപനത്തിന്റെ ആദ്യ നാളുകളിൽ അധികൃതർ തൊഴിലാളി നേതാക്കളുമായി നടത്തിയ ചർച്ചകൾ വെറും വഞ്ചനയായിരുന്നു. 1974 മെയ് 8 സമരം തുടങ്ങാനിരിക്കെ രണ്ടാം ഘട്ട ചർച്ച നടക്കാനിരുന്ന മെയ് 2 നേതാക്കളെ സർക്കാർ അറസ്റ്റ് ചെയ്ത് തടവിലാക്കി. തുടർന്ന് അന്നുതന്നെ പലയിടങ്ങളിലും സമരം പൊട്ടിപ്പുറപ്പെട്ടു. മെയ് 8 ഇന്ത്യയിൽ അങ്ങോളമിങ്ങോളം ഗതാഗതം നിശ്ചലമായി. സായുധ സേനകളെ കയറൂരി വിട്ടുകൊണ്ട് സർക്കാർ സമരത്തെ നിർദ്ധയം നേരിട്ടു. ഹൂബ്ലി, എഗ്മോർ, മൈസൂർ, വിശാഖപട്ടണം, കോട്ട, ഗംഗാപൂർ സിറ്റി പ്രധാന സമരകേന്ദ്രങ്ങൾ ആയിരുന്നു. പുറത്തുനിന്ന് CITU കൂടാതെ പ്രതിപക്ഷ നേതാവായിരുന്ന AKG നടത്തിയ ചില നീക്കങ്ങൾ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. പ്രതിപക്ഷ നേതാക്കൾ മുന്നോട്ട് വച്ച സമവായ നീക്കങ്ങൾക്കൊന്നും സർക്കാർ തെല്ലും വഴങ്ങിയില്ല. ആയിരക്കണക്കിന് നേതാക്കളെയും തൊഴിലാളികളെയും തടവിലാക്കി ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കി. റെയിൽവേ ക്വാർട്ടേഴ്സുകളിൽ പോലീസ് സേനയുടെ തേർവാഴ്ച നടന്നു. സ്ത്രീകളെയും കുട്ടികളെയും തെരുവിലിറക്കി വിട്ടു. ഈ പണിമുടക്ക് തുടങ്ങിയതിന് ശേഷം റെയിൽവേ മാനേജ്മെന്റ് ചില നടപടികൾ അത് അവർ ചെയ്ത സംഗതി, റെയിൽവേ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഞാൻ സാറിന്റെ പേര് ഞാൻ മറന്നുപോയി, അയാളുടെ മകളുടെ വിവാഹം നിശ്ചയിച്ച് അവരുടെ ബന്ധുക്കൾക്കും സ്നേഹിതന്മാർക്ക് കത്തുകളൊക്കെ അയച്ചു. ഈ റെയിൽവേ പണിമുടക്ക് വന്നപ്പോ ഞാൻ ഇവന്റെ ആദ്യം ചെയ്ത നടപടി വിവാഹം അവിടെ വെച്ച് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തു. പിന്നെ അയലി കുടുംബത്തെയും റെയിൽവേ ക്വാർട്ടേഴ്സിൽ നിന്ന് ഒഴിപ്പിക്കാനുള്ള നടപടി അതിന് നോട്ടീസ് കൊടുത്തു. അപ്പോഴാണ് AKG വരുന്നത്. AKGയും സുശീലയുണ്ട്. അപ്പോ ഞാൻ ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ അപ്പൊ AKG ഈ ക്വാർട്ടേഴ്സിൽ ഈ വിവാഹം നടത്തുന്ന ആ സാധനത്തിന്റെ വീട്ടിൽ പോകാം, ക്വാർട്ടേഴ്സിൽ പോകാന്ന് പറഞ്ഞു. ഞങ്ങൾ ഒന്നിച്ച് പോയി. അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ കണ്ടപ്പോ അപ്പൊ തന്നെ AKG പ്രഖ്യാപിച്ചു, ഈ കല്യാണം ഇവിടെ വെച്ച് തന്നെ നടന്നു. ആ കല്യാണം നടത്തി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ AKG ഒരു പ്രഖ്യാപനം നടത്തി. അത് ഈ ഉദ്യോഗസ്ഥന്മാരിലൊക്കെ വലിയ അന്തരാപ്പുണ്ടാക്കി. കാരണം AKG കൊണ്ട് അങ്ങനെ ചെയ്താൽ ഇവര് വലിയ വിഷമത്തിലാവും. അപ്പൊ അവരുടെ ഈ അങ്കലാപ്പൊക്കെ വന്നപ്പോ AKG തറപ്പിച്ച് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് പോണെങ്കിൽ ഈ വിവാഹം കഴിഞ്ഞിട്ടേ പോകണ്ടു, അതിൽ പങ്കെടുക്കും, അതിലെന്ത് വന്നാലും അത് നടത്തും എന്ന് പറഞ്ഞ AKGയുടെ ശക്തമായിട്ടുള്ള ആവർത്തിച്ചുള്ള പ്രഖ്യാപനം. അപ്പൊ ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ വരുന്നു എന്തൊരു സ്ഥിതി വന്നാൽ. അങ്ങനെയാണ് റെയിൽവേ പണിമുടക്കിന്റെ പ്രശ്നം എറണാകുളം ജില്ലയിൽ ഫോക്കസ് ചെയ്തത്. അത് AKG വന്നപ്പോ എറണാകുളം ജില്ല മാത്രമല്ല കേരളം മുഴുവനും, അതുപോലെ കേരളത്തിന് പുറത്ത് തമിഴ്നാട് മറ്റു ഭാഗങ്ങളിലുമൊക്കെ ഈ സംഭവം പ്രൊജക്ട് ചെയ്തു വന്നു. ബലാത്സംഗം ഉൾപ്പെടെ പല അതിക്രമങ്ങളും അരങ്ങേറി. ജോലിസ്ഥലത്തുണ്ടായിരുന്നവരെ പുറത്തുവിടാതെ നിർബന്ധിച്ച് പണിയെടുപ്പിച്ചു. തോക്കിൻ മുനയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ചിത്രങ്ങൾ ബൂർഷ്വാ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചു. പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് നേരെ സ്വന്തം ഗവൺമെന്റ് അഴിച്ചുവിട്ട ഈ ക്രൂരതകൾ സമാനതകളില്ലാത്തതായിരുന്നു. ഗൺഗാരേജ് കണ്ടെത്തുന്ന, അതായത് ഓരോ
രണ്ട് സൈഡിലും 4 തുളയുണ്ടാകും തോക്കിടാനുള്ളത്. പുറകില് 2 തുളയുണ്ടാകും, അതിലും 2 തോക്കുണ്ടാകും. എന്നിട്ട് പോലീസാണ്. ഇത് കാണുമ്പോ എന്റെ അമ്മ ഒരു പ്രാവശ്യം താഴെ വീണ് തലകറങ്ങി വീണ്. 90 വയസ്സുണ്ട് എന്റെ അമ്മയ്ക്കന്ന്. ഞാൻ ഇയാർജിയിലാണ് അന്ന് താമസിക്കുന്നത് 74 സമര കാലഘട്ടം. അത് മാത്രമല്ല, വടക്കേ ഇന്ത്യയിലൊക്കെ വളരെ ദയനീയമാണ്. റെയിൽവേ ക്വാർട്ടേഴ്സുകളിൽ കുടുംബമായിട്ട് താമസിക്കുന്ന റണീഷ് സാബിനെയൊക്കെ അവരുടെ വീടുകളിൽ കയറിയിട്ട് ഭാര്യമാരെ വരെ ബലാത്സംഗം ചെയ്യുന്ന അങ്ങനെ കേസുകളൊക്കെ ഉണ്ടായിരുന്നു ഈ മുഗൾ സറായി അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പോസ്റ്റൽ, ടെലികോം, ഇലക്ട്രിസിറ്റി ജീവനക്കാർ, മുംബൈയിലെ ടാക്സി തൊഴിലാളികൾ, കർഷകർ, നാനാ മേഖലകളിൽ നിന്നുള്ള തൊഴിലാളികളുടെയും പിന്തുണ സമരത്തിന് ആർജിക്കാനായി. മെയ് 15 അഖിലേന്ത്യാ പണിമുടക്ക് നടത്തി സെൻട്രൽ ട്രേഡ് യൂണിയൻ സമരത്തിന് പിന്തുണ നൽകി. മധുരയിൽ രക്തസാക്ഷിയായ രാമസ്വാമി ഒരു ഫാമിലെ തൊഴിലാളിയായിരുന്നു. നേതാക്കളെല്ലാം തടവറയിലോ ഒളിവിലോ ആയിരുന്നിട്ടും ലക്ഷക്കണക്കിന് തൊഴിലാളികൾ സധീരം സമരം മുന്നോട്ട് കൊണ്ടുപോയി. കൊടിയ മർദ്ദനമുറകൾക്കും അവരുടെ സമരാവേശത്തെ തകർക്കാനായില്ല. ഒരിക്കലും അടഞ്ഞിട്ടില്ലാത്ത റെയിൽവേ സ്റ്റേഷൻ കവാടങ്ങൾ അടഞ്ഞുകിടന്നു, പാളങ്ങൾ തുരുമ്പെടുത്തു. മെയ് 9 പ്രധാനമന്ത്രി പാർലമെന്റിൽ ഒരു പ്രസ്താവന നടത്തി. രാജ്യത്തെ തൊഴിലാളികളുടെ അവസ്ഥ തൃപ്തികരമാണെന്ന അവകാശമില്ലെന്നും അവരുടെ ആവശ്യങ്ങൾ ന്യായമാണെന്നും അവർ പറഞ്ഞു. സമരം ഒത്തുതീർപ്പിലെത്താനുള്ള സാധ്യതയായി പലരും ഇതിനെ കണ്ടു. തുടർന്ന് പ്രതിപക്ഷ കക്ഷി നേതാക്കൾ സർക്കാരുമായി നടത്തിയ ആശയവിനിമയത്തിൽ സമരം പിൻവലിച്ച ശേഷം മാത്രം തുടർ ചർച്ചയെന്ന സർക്കാർ നിലപാട് തടസ്സമായി. NCCRS ഇത് അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. ഇതിനെ തുടർന്ന് സർക്കാരിന്റെ തൊഴിലാളി വേട്ട കൂടുതൽ തീവ്രമായി. നേതാക്കൾ അധികവും ജയിലിലും ഒളിവിലുമായിരുന്നതുമൂലം അർത്ഥവത്തായ കൂടിയാലോചനകളും തീരുമാനങ്ങളും സാധ്യമല്ലായിരുന്നു. എന്നിട്ടും താഴെത്തട്ടിൽ തൊഴിലാളികൾ സമരം 20 ദിവസം മുന്നോട്ട് കൊണ്ടുപോയി എന്നതു തന്നെ വർഗസമരങ്ങളുടെ ചരിത്രത്തിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്തേണ്ടതാണ്. സമരം ആഴ്ചകൾ പിന്നിട്ടതോടെ ഭാവി നടപടികളെപ്പറ്റി സംഘടനകൾക്കിടയിൽ സ്വാഭാവികമായും വ്യത്യസ്താഭിപ്രായങ്ങൾ ഉടലെടുത്തു. സർക്കാരിന്റെ സമ്പൂർണമായ നിഷേധാത്മക നിലപാട് കണക്കിലെടുത്ത് തൽക്കാലം സമരം അവസാനിപ്പിക്കാമെന്ന് ഒരു വിഭാഗം നിലപാടെടുത്തു. കൂടുതൽ മേഖലകളിലെ തൊഴിലാളികളെ കൂടി പങ്കെടുപ്പിച്ച് അനിശ്ചിതകാല പൊതുപണിമുടക്ക് ആരംഭിക്കാമെന്ന് മറ്റൊരു വിഭാഗം വാദിച്ചു. എന്നാൽ അടിക്കടി നടന്ന ഭാരത ബന്ധുകളും സർക്കാരിന്റെ ഏകാധിപത്യ പ്രവണതയും കണക്കിലെടുക്കുമ്പോൾ അത് അനുയോജ്യമല്ലെന്ന് വിലയിരുത്തപ്പെട്ടു. തികച്ചും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ തൊഴിലാളികളുടെ ചെറുത്തുനിൽപ്പ് അനിശ്ചിതമായി തുടരാനാവില്ലെന്ന തിരിച്ചറിവിൽ NCCRS സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ഒറ്റക്കൊറ്റക്ക് പോയി ജോയിൻ ചെയ്യണ്ട, എല്ലാം ഒന്നായിട്ട് സംഘടിച്ച് ഒരു ജാഥയായിട്ട് പോയിട്ട് ഡ്യൂട്ടി പോയി ഒരു കോൺഫിഡൻസ് ഉണ്ടാവും ആളുകൾക്ക്, അല്ലേ? ഒന്നായിട്ട് പോയിട്ട് അവർക്ക് കഴിഞ്ഞാൽ ഞങ്ങൾ തോറ്റിട്ടില്ല മുദ്രാവാക്യം വിളിച്ചപ്പോൾ അതായത് അപ്പോൾ ഒറ്റ എല്ലാവരും ചേർന്നിട്ട് കൂട്ടായിട്ട് പോയിട്ട് പണി നിർത്താത്തവർ, സ്റ്റോപ്പ് ചെയ്യാത്തവർ അത് ജോയിൻ ചെയ്തത്. അങ്ങനെ തീരുമാനിച്ചു. മെയ് 28 രാവിലെ 6 മണി മുതൽ ജോലിയിൽ തിരികെ പ്രവേശിക്കാനായിരുന്നു തീരുമാനം. ആ തീരുമാനത്തിന്റെ ഔചിത്യം ഇന്നും ഒരു തർക്ക വിഷയമായി തുടരുന്നു. അതെന്തായാലും 74 സമരത്തിനു ശേഷം റെയിൽവേ തൊഴിലാളികളുടെ മനോഭാവത്തിൽ തന്നെ വലിയ മാറ്റമാണ് സംഭവിച്ചത്. അവർ അടിച്ചമർത്തപ്പെട്ട പഴയ തൊഴിലാളികളല്ലായിരുന്നു. അവകാശബോധവും പോരാട്ട വീര്യവും സ്വായത്തമാക്കിയ പുതിയ ശക്തിയായി അവർ മാറി. സമര കാലയളവിൽ അംഗീകരിക്കപ്പെട്ടില്ലെങ്കിലും ഉന്നയിക്കപ്പെട്ട ആവശ്യങ്ങളിൽ പലതും പടിപടിയായി അവർക്ക് നേടിയെടുക്കാനായി. സമരത്തെ പൂർണ്ണമായും പരാജയപ്പെടുത്താൻ വേണ്ട നടപടികളാണ് NFIRന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. സമരത്തിന്റെ പരിണിത ഫലമെന്നോണം 1977 റെയിൽവേ തൊഴിലാളികൾക്ക് ആദ്യമായി ബോണസ് അനുവദിക്കപ്പെട്ടു. 4ാം ശമ്പള കമ്മീഷനിൽ മിനിമം ശമ്പളം ഫിക്സ് ചെയ്യുന്ന ഫോർമുല ഉണ്ടാക്കാൻ സർക്കാർ നിർബന്ധിതരായി. കാഷ്വൽ ലേബേഴ്സിനെ സ്ഥിരപ്പെടുത്തി. വർഷത്തിൽ ഒരു DA എന്നത് 2 ഗഡു DA ആക്കി മാറ്റി. ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള സംഘടിത തൊഴിലാളി സമരങ്ങൾ വിജയിക്കുമെന്നും രാഷ്ട്രീയ ഗതിവിഗതികളെ വരെ സ്വാധീനിക്കുമെന്നും ജനങ്ങളുടെ പിന്തുണ എന്നും അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തോടൊപ്പം എന്നും തെളിയിക്കപ്പെട്ടു. സമരത്തെ പരാജയപ്പെടുത്താൻ അധികാരികൾ നടപ്പാക്കിയ പിരിച്ചുവിടൽ ഉൾപ്പെടെയുള്ള ശിക്ഷാവിധികൾ തിരുത്തുന്നതിലും കൂടുതൽ സംഘടനാ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിലും പിൽക്കാലത്ത് തൊഴിലാളി പ്രസ്ഥാനങ്ങൾ വിജയിക്കുക തന്നെ ചെയ്തു.